പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ടോ? അതോ നിങ്ങൾ സാധനങ്ങൾ ഇവിടെ വച്ചു എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ കിട്ടാറില്ലേ? നിങ്ങളുടെ തലച്ചോറിനെ സൂപ്പർ ഫാസ്റ്റ് ആക്കാനായിട്ട് 4 വഴികളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കൃത്യമായ ഉറക്കം. നമ്മൾ പകൽ പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറ് സേവ് ചെയ്യുന്നത് രാത്രി ഉറക്കത്തിലാണ്. അതുകൊണ്ട് നമ്മളൊരു 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് ഉറങ്ങുക. രണ്ടാമത്തത് ആക്റ്റീവ് റീകോൾ. അതായത് ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടച്ചു വെച്ചിട്ട് നമ്മളിത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ 10 ഇരട്ടി ഫലം ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഇനി ആക്റ്റീവ് റീകോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് റീകോൾ നമ്മൾ വെറുതെ വായിച്ച് പഠിക്കുന്നതല്ല, മറിച്ച് തലച്ചോറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഫ്ലാഷ് കാർഡ്സ്. അതായത് നമ്മൾ ഒരു വശത്ത് ചോദ്യവും മറുവശത്ത് നമ്മൾ ഉത്തരവും എഴുതിയ കാർഡുകൾ ഉപയോഗിക്കുക. ഉത്തരം നമ്മൾ നോക്കുന്നതിന് മുമ്പ് അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ടീച്ച് സമ്മൺ. അതായത് നമ്മൾ പഠിച്ച കാര്യം നമ്മളുടെ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ തന്നെയോ പഠിപ്പിക്കുന്ന രീതിയിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ അറിവ് ഉറയ്ക്കുന്നത്. മൂന്നാമതായിട്ട് ബ്ലാങ്ക് പേജ് മെത്തേഡ്. ഒരു പാഠം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രം ഒരു പോയിന്റ് പോലും വിടാതെ എഴുതുക. ഇനി നാലാമത്തേന്ന് വെച്ചാൽ പ്രാക്ടീസ് ടെസ്റ്റ്. നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് പഴയ ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ട് നമ്മൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇത് തലച്ചോറിൻ്റെ ന്യൂറോൺ കണക്ഷനുകളെയൊക്കെ ശക്തമാക്കുക. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് ആയുർവേദത്തിലെ കുറച്ച് മരുന്നുകൾ ഉപയോഗിക്കാം. ഓർമ്മയ്ക്കും ശക്തിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രഹ്മി ഘൃതം, അല്ലെങ്കിൽ ബ്രഹ്മിയുടെ ക്യാപ്സൂൾ, അല്ലെങ്കിൽ ബ്രഹ്മിയുടെ സിറപ്പോ സാരസ്വത ഘൃതോ ഒക്കെ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കഴിക്കുന്നത് തലച്ചോറുകളിലെ കോശങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് വ്യായാമമാണ്. ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്ന തലച്ചോറിലേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ശീലിച്ചു തുടങ്ങിക്കോളൂ. ഇങ്ങനെയുള്ള കൂടുതൽ ആയുർവേദ ടിപ്സിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.